ഹായ്, അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണെന്ന്. ഓക്കെ, ഇപ്പോൾ സമയം 3 മണിയൊക്കെ ആയിട്ടോ. ഏകദേശം ലഞ്ച് ബ്രേക്കൊക്കെ കഴിയാറായി. എന്നാലും ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് തന്നെ ഏറ്റവും ബെസ്റ്റ്, കോഴിക്കോട് എന്നല്ല ലോകത്തിൽ തന്നെ ബെസ്റ്റ് ബിരിയാണിയാണെന്ന് പറയുന്നത് അതുള്ളത് പാരഗണിലാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് വന്നിരിക്കുന്നത് കഴിക്കാൻ. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. നമ്മൾ പേരൊക്കെ കൊടുത്ത് അത് കണ്ട് അവർ 1-2 സെക്ഷനിലൊക്കെ വിളിക്കും. നമ്മുടെ ഫുഡ് എത്തി. അവിടുത്തെ സ്പെഷ്യലായ ബിരിയാണി തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈസ്, പിന്നെ അതുപോലെ അതിൻ്റെ ഒപ്പം ചമ്മന്തി, സാലഡ്, അച്ചാർ, ഇതൊക്കെയാണ് അതിൻ്റെ ഒപ്പം ഉള്ളത് കേട്ടോ. ഏട്ടൻ കഴിച്ച് നോക്കി, ഏട്ടൻ തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഏട്ടന് ഇഷ്ടമായി. അടുത്തതായി ഞാനാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് കഴിക്കുന്നത്. ഏട്ടൻ്റെ ഇവിടുന്ന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ആഹാ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മളതിനെ നിരാശപ്പെടുത്താത്തൊരു ഫുഡായിരുന്നു അത്. കാരണം വലിയ മസാലകളോ ഒരുപാട് ഗ്രേവി കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒക്കെ പക്കയായിട്ടുള്ള ഒരു ഫുഡ്. ചില സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു, മതി എന്നൊക്കെ തോന്നും. പക്ഷേ ഇതങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നിക്കാതെ ഹെവി അല്ലാത്ത നല്ലൊരു സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കോഴിക്കോടൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇവിടെ കയറി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നേരം ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം. കാരണം ഒരുപാട് നല്ല ഫുഡാകുമ്പോൾ തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സ്വാഭാവികം. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മളൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കോക്കനട്ട് പുഡിങ്. അപ്പോൾ അതും വന്നു. എൻ്റെ അമ്മയെ അത് എന്തൊരു ക്യൂട്ടായിട്ടാണെന്നറിയാം അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിക്കാൻ അതുപോലെ തന്നെ ആയിട്ട് കേട്ടോ. മറ്റേ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലോട്ടൊക്കെ അങ്ങനെ പോവാൻ നോക്കി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിതേ പാരഗണിനോട് ടാറ്റാ ബൈ ബൈ പറയുന്നു. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.